സ്നേഹയും ധനുഷിനെയും കാണുന്ന സേതുമാധവൻ നീ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയതെന്ന് ചോദിക്കുന്നു. അവരെ കൂട്ടിക്കൊണ്ടുവന്ന അവന്തികയോട് വീട്ടിൽ വരുന്നവരുടെ മാന്യത നോക്കി വേണം സൽക്കരിക്കാനെന്ന് സേതുമാധവൻ പറയുന്നു. ഇത് കേട്ട് മാഷ് പറയുകയാണ്, ഇത് വലിയ പ്രശ്നമാക്കണ്ട, അയാളുടെ സാധനമെടുക്കാൻ വന്നതല്ലേ, അതെടുത്തിട്ട് അയാൾ പോയിക്കോളും. തനിക്കും ഇവിടുള്ളവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും അത് എല്ലാവരും കേൾക്കണമെന്നും ധനുഷ് പറയുന്നു. ഇത് കേട്ട് സച്ചി, നീ ഇവിടെ ഒന്നും പറയണ്ട എന്നും നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാമെന്നും പറയുന്നു. താൻ നിരപരാധിയാണെന്ന് ധനുഷ് പറയുമ്പോൾ സച്ചി, നിന്റെ നിരപരാധിത്വം എനിക്കറിയാമെന്നും അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഞാനാണെന്നും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും സച്ചിയും സന്ദീപും ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് സ്നേഹ ധനുഷിനോട്, നീ ഇവിടെ ഇതൊന്നും പറയണ്ട എന്നും ഇതൊന്നും കേൾക്കാൻ ഇവർക്ക് മനസ്സില്ല എന്നും ഇതൊന്നും ഇവർക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല എന്നും പറയുന്നു. എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നിനക്കിപ്പം ഈ അവസ്ഥ വന്നതെന്നും നീ ഈ വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് പോകണ്ട എന്നും നിന്റെ കൂടെ ഞാനും വരുന്നുണ്ടെന്നും സ്നേഹ പറയുന്നു. ഇത്രയും പറഞ്ഞ് ധനുഷിൻ്റെ കൈയും പിടിച്ച് സ്നേഹ ഇറങ്ങുകയാണ്. ഇതേ സമയം അർച്ചന വന്ന് നീ എങ്ങോട്ടും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് സ്നേഹയെ പിടിച്ചു വെക്കുന്നു. ആരുടെ കൂടെ ജീവിക്കണമെന്നുള്ളത് തൻ്റെ ഇഷ്ടമാണെന്ന് സ്നേഹ പറയുമ്പോൾ സ്നേഹയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് അർച്ചന. നീ കാരണം തല കുനിച്ചു നിൽക്കുന്ന നിന്റെ അച്ഛനെ കണ്ടോ, ഏട്ടന്മാരെ കണ്ടോ, ഇവരെയൊക്കെ കണ്ടുകൊണ്ടാണോ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പോകുന്നതെന്ന് അർച്ചന സ്നേഹയോട് ചോദിക്കുന്നു. നാളെ ഒരിക്കൽ ഞങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നത് കണ്ട് ഇവർ സന്തോഷിക്കുമെന്ന് പറഞ്ഞ് സ്നേഹ ധനുഷിനെയും കൂട്ടിക്കൊണ്ട് പോകാൻ പുറപ്പെടുമ്പോൾ ധനുഷ് അർച്ചന പറഞ്ഞത് ശരിയാണെന്ന് സ്നേഹയോട് പറയുന്നു. താൻ നന്ദികേട് കാണിക്കില്ല എന്ന് ധനുഷ് സേതുമാധവനോട് പറയുന്നു. ധനുഷ് തൻ്റെ പോക്കറ്റിൽ നിന്നും ആ താലിമാല എടുത്ത്, ഇത് നിന്റെ കഴുത്തിൽ കെട്ടാൻ ഞാൻ വെച്ചതാണെന്നും എൻ്റെ നിരപരാധിത്വം തെളിയുന്ന ദിവസം ഞാനിത് നിന്റെ കഴുത്തിൽ കെട്ടുമെന്നും അതുവരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നും ആരുടെയും കണ്ണീരിൽ ചവിട്ടി നമുക്കൊരു ജീവിതം വേണ്ട എന്നും ധനുഷ് പറയുന്നു. ഇത്രയും പറഞ്ഞ് ധനുഷ് പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്ന് അർച്ചന ധനുഷിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. നിന്റെ പ്രകടനം നന്നായിരുന്നുവെന്നും പക്ഷേ നിന്റെ പ്രകടനം ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ല എന്നും ഒരിക്കലും നിനക്ക് സ്നേഹയെ കിട്ടില്ല എന്നും അർച്ചന പറയുന്നു. ഇത് കാണിക്കുന്നത് മൂർത്തിയെ അവന്തിക വിളിക്കുന്നതാണ്. ഇതേ സമയം മൂർത്തിയുടെ അരികിലേക്ക് ധനുഷ് വരുന്നു. ഫോൺ ഹോൾഡിൽ വെച്ച് തന്നെ ഇത്രയൊക്കെ ആയിട്ടും നീ എന്തുകൊണ്ട് സ്നേഹയെ വിളിച്ചോണ്ട് വന്നില്ല എന്ന് മൂർത്തി ചോദിക്കുന്നു. ഇത് കേട്ട് ധനുഷ് മൂർത്തിയോട് പറയുന്നു, ഇതിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ നീ എൻ്റെ കൂട്ടുകാരനായിരിക്കണം, പക്ഷേ നീ എനിക്ക് ആരുമല്ല. ഇത് കേട്ട് മൂർത്തി പറയുന്നു, നിനക്കെന്നെ സുഹൃത്തായിട്ട് കാണാം. കൂട്ടുകാരൻ എന്നതിനർത്ഥം കൂട്ടായിട്ട് നിൽക്കുന്നവനെന്നാണ്, അല്ലാതെ ഇവിടെ കേൾക്കുന്നത് അവന്തികയോട് പറയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ എന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് മൂർത്തിയോട് ധനുഷ് പറയുന്നു. ഇത് കേട്ട് മൂർത്തി പറയുന്നു, ഏയ് ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്ന്. എങ്കിൽ ഞാൻ അതിനുള്ള മറുപടി പറയാമെന്ന് ധനുഷ് പറയുന്നു. സ്നേഹയെ ഞാൻ അവിടെ നിർത്തിയിട്ട് വന്നതെങ്കിൽ എനിക്ക് വേറൊരു ഉദ്ദേശമുണ്ട്. ഞാൻ കൂടുതൽ സ്നേഹിച്ചത് അവളുടെ സ്വത്തുക്കളെയാണ്. സ്വത്തൊന്നുമില്ലാതെ അവൾ ഇറങ്ങി വന്നിട്ട് എനിക്കെന്തിനാണ്? അവളുടെ വാശിയുടെ പുറത്ത് സേതുമാധവൻ കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ എൻ്റെ കൈ തന്നെ പിടിച്ചേൽപ്പിക്കും. ഇപ്പോൾ മനസ്സിലായോ എൻ്റെ കൂട്ടുകാരന് എൻ്റെ ഉദ്ദേശമെന്ന് ധനുഷ് ചോദിക്കുന്നു. അതേസമയം മൂർത്തി ചോദിക്കുന്നു, അപ്പം അവന്തികയെ ധനുഷിന് ഇഷ്ടമില്ലേ? അവന്തികയ്ക്ക് ധനുഷിനെ ഒരുപാട് ഇഷ്ടമാണ്. പണമാണ് വേണ്ടതെങ്കിൽ അത് അവന്തികയ്ക്കുമുണ്ടല്ലോ. അവന്തികയില്ലാതെ ധനുഷിന് ഒരു ജീവിതമുണ്ടോ മൂർത്തി എന്ന് ഇത് കേട്ട് ധനുഷ് ചോദിക്കുന്നു. അപ്പോൾ സ്നേഹയുടെ കാര്യം പറഞ്ഞതോ എന്ന് മൂർത്തി ചോദിക്കുമ്പോൾ നമ്മൾ ആണുങ്ങളല്ലേ മൂർത്തി എന്നും ഒരു പെണ്ണിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ സാധിക്കുമോ എന്നും അവന്തിക എൻ്റെ സ്വകാര്യത മാത്രമാണെന്നും സ്നേഹ അങ്ങനെയല്ലെന്നും നെല്ലിശ്ശേരിയിലെ മരുമകനാക്കാൻ സ്നേഹയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ധനുഷ് പറയുന്നു. അവന്തികയ്ക്ക് അതിന് കഴിയില്ല എന്ന് ധനുഷ് പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ അവന്തിക ഫോൺ കട്ട് ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.